സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കുകയാണ്. ദി കിസ്സിങ് ഹാൻഡ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് പറയണത്. ലിറ്റിൽ റക്കൂൺ ആണ് ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ. കണ്ടോ, ഈ പുള്ളിക്കാരൻ്റെ സ്റ്റോറിയാണ്. ഹിസ് നെയിം ഈസ് ചെസ്റ്റർ. ഓക്കെ, ചെസ്റ്റർ എന്നാണ് ഈ റക്കൂണിൻ്റെ പേര്. അപ്പോൾ ഈ ചെറിയ കുട്ടി നമ്മൾ കണ്ടിട്ടില്ലേ, ചില പിള്ളേർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഭയങ്കര മടിയാണ്, അവർ സ്കൂളിൽ പോകാനായിട്ട് സമ്മതിക്കില്ല, അതേ ക്രൈ. സോ അതുപോലെയാണ് ഈ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മയോട് ഇതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിട്ട് ഇരുന്നാൽ അവിടെ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ. നമ്മളിതിൽ സ്റ്റോറിയാണ് പറയുന്നുള്ളൂ. ക്വസ്റ്റ്യൻ ആൻസേഴ്സും മറ്റ് ആക്ടിവിറ്റീസും അടുത്ത പാർട്ടായിട്ടാവും ഇടുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദി എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ എഡ്ജിൽ ഇരുന്നിട്ട് ഈ കുട്ടി കരയാണ്. എന്ത് പറഞ്ഞിട്ട്? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞിട്ട് ഈ കുട്ടി കരയാണ്. ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മയുടെ കൂടെ ഇരുന്നാൽ മതി. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചിട്ട് പ്ലേ വിത്ത് മൈ ടോയ്സ് അല്ലേ, ടോയ്സൊക്കെ ആയിട്ട് കളിച്ചിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് കളിച്ച്. ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്. അവനെ പുസ്തകം വായിക്കാൻ താല്പര്യമുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്നിട്ട് പുസ്തകമൊക്കെ വായിച്ച്, ഇപ്പം മൊബൈലിൽ നോക്കുന്ന കുട്ടികളെ കൂടുതൽ. പക്ഷേ ജസ്റ്റ് അങ്ങനെ പറയുന്നില്ല. ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്, പുസ്തകങ്ങൾ വായിച്ച്. ഐ വോണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്, ഊഞ്ഞാലൊക്കെ ആടി. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ഒരു അപേക്ഷ പോലെ ചോദിക്കുകയാണ്. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു എന്ന് ചോദിക്കുകയാണ് ഈ കുട്ടി. അപ്പോൾ മിസ്സിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദി ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. ഈ നസിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട് ഇങ്ങനെ മൂക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരുമിപ്പിക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ സ്നേഹമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മൃഗങ്ങളിലൊക്കെ പൂച്ചകളിലൊക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു സ്നേഹപ്രകടന രീതി. അപ്പോൾ അങ്ങനെ ചെയ്യാണ് ചെസ്റ്ററിന്. എന്നിട്ട് പറയാണ്, സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വോണ്ട് ടു ഡു. നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, നമ്മളത് ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും എന്ന് പറയാണ്. ഷി ടോൾഡ് ഹിം ജെന്റ്ലി, നല്ല മര്യാദയുടെ ഭാഷയിൽ പറയാണ്. ഈവൻ ഇഫ് ദേ സിം സ്ട്രേഞ്ച് ആൻഡ് സ്കെയർ അറ്റ് ഫസ്റ്റ്. നമുക്ക് ആദ്യം ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂ കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടും അതുപോലെ ഭയങ്കര സ്കെയർ ആയിട്ടും ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലും അപരിചിതത്വമൊക്കെ നമുക്ക് തോന്നാം. ഒരു സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫീലിംഗ് ലൈക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുകയാണ്. അപ്പോൾ അതിനൊരു ഫെമിലിയർ അല്ല, നമുക്കൊരു അൺഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ടാവുന്ന സമയത്തുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് സ്കൂളിൽ പോകുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കണത്. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷെ നീ സ്കൂളിൽ ഒരു വട്ടം പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് അല്ലേ, പുതിയ കൂട്ടുകാരുണ്ടാക്കാൻ പറ്റും. ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, പുതിയ കളിപ്പാട്ടങ്ങൾ അവിടെ കിട്ടും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അപ്പം നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റും. പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും, നിനക്ക് ഊഞ്ഞാലാടാൻ പറ്റും. ഈ പറയുന്ന വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ബിസൈഡ്സ് ഇതിനപ്പുറം ഷീ ആഡഡ്, കൂട്ടിച്ചേർത്ത് പറയാണ്, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്. എനിക്ക് ഒരു രഹസ്യം നിന്നോട് പറയണത്. ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ് അറ്റ് സ്കൂൾ. അത് നിന്നെ സ്കൂളിലെ രാത്രികളൊക്കെ എന്താക്കും? സീംസ് ആസ് എ വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. വീട്ടിലെ പകലുകൾ പോലെ അത് വളരെ കംഫർട്ടബിൾ ആകുന്നൊരു സിറ്റുവേഷനിലേക്ക് അത് നിന്നെ കൊണ്ടുപോകുന്നു പറയാണ്. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ്. അപ്പം പെട്ടെന്ന് കണ്ണീരൊക്കെ തുടച്ച് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. അമ്മ ഒരു സീക്രട്ട് പറയാൻ പോവാണ്. എന്തായിരിക്കും? സ്കൂളിൽ പോകാനായിട്ട് അടിപൊളിയായിട്ട് സ്കൂളിൽ ഇരിക്കാനായിട്ട് എന്ത് സീക്രട്ടാണെന്നാണ് ഒരു കൺഫ്യൂഷനും കൂടെ ചോദിക്കുകയാണ്. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മിസ് റക്കൂൺ പറയുന്നുണ്ട് എ വെരി ഓൾഡ് സീക്രട്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് അവരുടെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു സീക്രട്ടാണ്. അതിന് പറയുന്ന പേര് കിസ്സിങ് ഹാൻഡ് എന്നാണെന്ന് പറയുന്നത്. ഓക്കെ, ഐ ലേൺ ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺ ഇറ്റ് ഫ്രം ഹെർ മദർ. ഇറ്റ്സ് കോൾഡ് കിസ്സിങ് ഹാൻഡ്. ദി കിസ്സിങ് ഹാൻഡ്. അപ്പോൾ ചെസ്റ്റർ ചോദിക്കുകയാണ്, കിസ്സിങ് ഹാൻഡോ? അതെന്താണ്? വാട്ട്സ് ദാറ്റ്? എന്താണത്? ഐ വിൽ ഷോ യു, ഞാൻ കാണിച്ചു തരാം എന്ന് പറയാണ്. മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ്. ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ്, ഇടത്തെ കൈ എടുക്കുകയാണ്. ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിഗേഴ്സ് ഇൻ ടു എ ഫാൻ. അവൻ്റെ
ചെറിയ വിരലുകൾ ഇൻറ്റു എ ഫാൻ സ്പ്രെഡ് ചെയ്യാണ്. ലീനിങ് ഫോർവേഡ്, എന്നിട്ട് എന്ത് ചെയ്യാണ്, ഷി കിസ്ഡ് ചെസ്റ്റ് റൈറ്റ് ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം, കൈയിൻ്റെ ആ മിഡിൽ വെച്ചിട്ട് അവർ ഉമ്മ വയ്ക്കുകയാണ്. ചെസ്റ്റ് ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ഇൻ ടു ഹിസ് ഹാർട്ട്. ആ ഒരു കിസ്സ് ഈ കയ്യിൽ കൊണ്ടത് എന്താണ്, അവൻ്റെ ഹൃദയത്തിലേക്കാണ് എത്തുന്നത്. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അവൻ്റെ ആ ഒരു സിൽക്കി ആയിട്ടുള്ള ബ്ലാക്ക് മാസ്ക് ആയിട്ടുള്ള, നേരത്തെ കണ്ടുല്ലോ ആളുടെ രൂപം കണ്ടില്ലേ, അത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഒരു ഒരു ചൂടും സ്നേഹവും ഒരു കംഫർട്ടബിളിൻ്റെ ഒരു ഇത് അവനെ ഇതാക്കുകയാണ്. ഒരു വാംത്ത് ആൻഡ് കോസി ആയിട്ടുള്ളൊരു മൂഡ് അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. മിസ് റാക്കൂൺ സ്മൈൽഡ്. നൗ ഇപ്പോൾ ഷീ ടോൾഡ് ചെസ്റ്റർ, വെനെവർ യു ഫീൽ ലോൺലി, എനിക്ക് എപ്പോഴാണോ ഒരു ഒറ്റപ്പെടൽ തോന്നുന്നത്, ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, ഒരു സ്നേഹം വീട്ടിൽ നിന്ന് ആവശ്യം വരേണ്ടത്, ജസ്റ്റ് പ്രസ് യു ഹാൻഡ് ടു ചിക്ക്, നീ നിൻ്റെ ഹാൻഡിൽ നിൻ്റെ ചിക്കിൽ പ്രസ് ചെയ്യുക, ആൻഡ് തിങ്ക്, എന്നിട്ട് ചിന്തിക്കുക, മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു എന്ന് പറയുക. And that very kiss will jump to your face and fill you with toasty warm thoughts. ഇത് നിൻ്റെ ചിന്തകളിലെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആ ഉമ്മ നിൻ്റെ മുഖത്തേക്ക് വരികയും നിൻ്റെ തോട്ട്സിനെ അത് നന്നായിട്ട് വാം ചെയ്യുമെന്ന് പറയുന്നത്. ഷീ ടുക്ക് ജസ്റ്റ് എ ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദി കിസ്. അപ്പോൾ അവരുടെ ആ ചെസ്റ്റിൻ്റെ ഹാൻഡ് എടുത്തിട്ട് അവരുടെ ഫിംഗേഴ്സ് വെച്ച് ഇങ്ങനെ റാപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചിത്രം കണ്ടോ. ആൻഡ് വെൻ സംടൈംസ് നമ്മൾ ഒരു കിസ്സിനെ പറ്റിയിരുന്ന് നമ്മൾ പറഞ്ഞു, എന്നിട്ട് പറയുകയാണ്, നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഇൻ. അപ്പോൾ നീ കെയർഫുൾ ആയിരിക്കണം, അത് നീ കളയരുത് എന്ന് പറയാണ്. ബട്ട് ഡോണ്ട് വറി, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. നീ നിൻ്റെ ഹാൻഡൊക്കെ വാഷ് ചെയ്യണം ഫുഡ് കഴിച്ച ശേഷം, ആ ഉമ്മയൊക്കെ അവിടെ തന്നെ നിൽക്കും എന്ന് പറയാണ്. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ചെസ്റ്ററിന് ഇഷ്ടപ്പെട്ടു അല്ലേ ആ കിസ്സിങ് ഹാൻഡ്. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം wherever he went, even to the school that night. Chester stood in front of his school and looked thoughtful. അപ്പം എവിടേക്ക് പോവുകയാണെങ്കിലും എവിടെ ഇരിക്കുകയാണെങ്കിലും എന്താണ്, അമ്മയുടെ ആ സ്നേഹം എപ്പോഴും സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏതൊരു സ്ഥലത്താണെങ്കിലും ആ കിസ്സിങ് ഹാൻഡ് അവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് തന്നെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. ഗിവ് മി യുവർ ഹാൻഡ്, ഹി ടോൾഡ് ഹെർ. നിങ്ങളുടെ കയ്യൊന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ്. ജസ്റ്റ് ടുക്ക് ഹിസ് മദേഴ്സ് ആൻഡ് ഇൻ ഹിസ് ഓൺ. സ്വന്തമായിട്ട് തന്നെ അമ്മയുടെ കൈ ഇങ്ങനെ എടുക്കുകയാണ്. ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. എന്നിട്ട് ലാർജ് ആയിട്ടുള്ള ഫെമിലിയർ ഫിംഗേഴ്സ് കൊണ്ടുപോയിട്ട് അമ്മ ചെയ്ത അതേ രീതി കേട്ടോ. നെക്സ്റ്റ് ഹി ലേൺ ഫോർവേഡ്, മുന്നോട്ട് വന്നിട്ട് കിസ് ദ സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്, അമ്മയ്ക്ക് കൊടുക്കുകയാണ്. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു എന്ന് പറയാണ്. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ, ഒരു ഗുഡ് ബൈ ഒക്കെ പറയാണ്. ഐ ലവ് യു എന്ന് പറഞ്ഞ് ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് എവേ. അപ്പോൾ മിസ് റാക്കൂൺ വാച്ച്ഡ്. അപ്പോൾ റാക്കൂൺ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചെസ്റ്റർ സ്കാമ്പർ, ഒരു ഓട്ടത്തോട് കൂടിയിട്ട് അവൻ പോവുകയാണ്. അക്രോസ് എ ട്രീ ലിംപ് ആൻഡ് എൻ്റർ ദി സ്കൂളിലേക്ക് കടക്കുകയാണ്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദി ന്യൂ സ്കൂൾ ഇയർ റാങ്, ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അമ്മയ്ക്കും ഉണ്ടാവില്ല ആദികൾ. അപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് വേവലാതിപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ ആ കിസ്സിനെ പറ്റി അവിടെ ചിന്തിക്കുകയാണ്. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് എ സ്പെഷ്യൽ വേർഡ്. എന്താണ് ആ സ്പെഷ്യൽ വേർഡ്? ചെസ്റ്റർ ലവ്സ് യു. ഇറ്റ് ഇസ് ആൻ ചെസ്റ്റർ ലവ്സ് യു എന്ന് പറയുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് ഇത്. ഓഡ്രി പ്രെൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്ററാണ് ഇത് എഴുതിയിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. നല്ലൊരു സ്റ്റോറിയാണല്ലോ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം. ബൈ.